be introducing a very familiar face. Everyone knows this person. Very funny, very witty. Vigar of Crossway Marthoma Church, and also our chaplain, Achin, for all the sister churches in Dallas. So at this time, I'm going to be inviting Manu Achin to talk about identity and culture, okay? So can everyone give a round of applause for Manu Achin? Thank you. ഈ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഐഡൻറ്റിറ്റി ആൻഡ് കൾച്ചർ, ദ ക്ലാഷ് വിത്ത് ആൻ ഇൻക്രീസിംഗ്ലി സെക്യുലറൈസ്ഡ് ആൻഡ് പോളറൈസ്ഡ് വേൾഡ് ഓർ സൊസൈറ്റി. ഈ ടോപ്പിക് കിട്ടിയ സമയം മുതൽ ഞാൻ നക്ഷത്രം എണ്ണുക. ഇത്രയും നക്ഷത്രം ഞാൻ കല്യാണത്തിന് മുമ്പേ എണ്ണിയിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ടോക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടർ ഏബിൾ പറഞ്ഞ പോലെ ഈ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ലെഗ് ക്രാംസും ഉറക്കമില്ലാതൊക്കെ ആകുമ്പോഴേ ഈ ടോപ്പിക്കിൻ്റെ പ്രിപ്പറേഷൻ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഏതായാലും so my task here today is to bring into conversation the Bible with identity, culture, secularism and polarization and do it so in English, Malayalam, Hindi, Marathi, whatever language that I know. So it's no small task. ഇത് ഈ ടോക്കിലൂടെ ബാക്കിയെല്ലാം നമ്മുടെ ടോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില അണ്ടർ കറൻസ് നമ്മൾ കേട്ട് ശ്യാമച്ചൻ്റെ ആയാലോ, ജോസഫ് ജോൺ അച്ഛൻ്റെ ആയാലോ, എബ്രഹാം തോമസ് അച്ഛൻ്റെ ആയാലോ, നമ്മുടെ ഷിനോത്തിൻ്റെ ആയാലോ, ചില അണ്ടർ കറൻസ് ഉണ്ട്. ഓഫ് എനി സൊസൈറ്റി ചില അടി ഒഴുക്കുകളുണ്ട്. ആ അണ്ടർ കറൻസ് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടവും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഐ വിൽ ട്രൈ ടു ബ്രിങ് some philosophical backgrounds that happened from the 1300s. So അതുകൊണ്ട് it will be a mix of Bible exposition, but not that deep a Bible exposition, but also what is secularism, what are the stages of secularism, അതൊക്കെ എല്ലാം. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഡിസ്കണക്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഒരു കഥയിലൂടെ ആരംഭിക്കാം. And I have the slide of the stages of secularization, please. സ്റ്റാൻലി എന്ന യുവാവിൻ്റെ കഥ. സ്റ്റാൻലി എന്ന യുവാവ് ന്യൂയോർക്കിൻ്റെ പ്രദേശങ്ങളിൽ 10-25 വർഷം മുമ്പേ മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. താൻ 3 വയസ്സായപ്പോൾ he came. And the society that he lived in had a very tremendous influence on his life. As he was growing up, he started thinking, and one of the main thought process is thinking very rationally. യുക്തിപരമായ ഒരു ചിന്താധാര. സ്റ്റാൻലി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. സ്റ്റാൻലി വളർന്നു വന്ന കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ഒരു കുടുംബം. ദൈവഭക്തി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോവുക, കൃത്യമായിട്ട് വീട്ടിൽ കുടുംബ പ്രാർത്ഥന, കൃത്യമായിട്ട് വീട്ടിൽ വേദപുസ്തക വായന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ സ്റ്റാൻലി കണ്ടത് തൻ്റെ മാതാവും പിതാവിടെ ജീവിതത്തിൽ ഇത്രയും കൃത്യമായിട്ട് എല്ലാ സോക്കോൾ ദൈവഭക്തി ചെയ്തിട്ടും അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല. സ്വഭാവം എന്ന് പറയുമ്പോൾ അപ്പൻ കല്ലുകുടിയനൊന്നും അല്ലായിരുന്നു, പുകവലിയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇതാ അപ്പൻ എപ്പോഴും ശകാരിക്കുന്നു. His father used to get angry so much and so vehemently angry. അപ്പൻ എപ്പോഴും പറയുന്ന കാര്യം ശരിയാ എന്ന് അപ്പനൊരു വിചാരം. നമ്മൾ ശരിയായ കാര്യം പറയുമ്പോൾ ശരിയാണെന്ന ബോധ്യം വേണം. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം ശരിയാ എന്ന് നമുക്ക് മനസ്സിലുണ്ടാവില്ല. ഇങ്ങനത്തെ ചില സ്വഭാവങ്ങൾ, നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത ചില സ്വഭാവങ്ങൾ. അമ്മയെ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ കുത്തി സംസാരിക്കുന്നു. അതായത് പുറമെയൊക്കെ പള്ളിയിൽ കാണുന്ന ആൾക്കാരെയൊക്കെയും വീട്ടിൽ വരുമ്പോൾ
അവരുടെ തിന്മകൾ എടുത്ത് പറയുന്നത്. സ്വഭാവം നമ്മൾ ഓർത്തോണം. നമ്മൾ എന്തോ സംസാരിക്കുന്നു നമ്മളുടെ ഭവനങ്ങളിൽ, ഇത് കാണുന്ന ഒരു തലമുറ ഉണ്ട്. തലമുറ വളർന്നു വന്നിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ സ്വഭാവം ഇപ്രകാരം. ഇതാ പള്ളിയിൽ വളരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവരോട് പെരുമാറും. പക്ഷേങ്കിൽ വീട്ടിൽ വരുമ്പോൾ ഇവരുടെയൊക്കെ തിന്മകൾ പറയുന്ന ഒരു സ്വഭാവം. And Stanley was seeing this so-called hypocrisy of spirituality. Do you and me wonder why our future is not here? Do you and me wonder why our future is not here? മറ്റുള്ളവരെ കുത്തി കുത്തി സംസാരിക്കും. അത് ആൾക്കാരെ മാത്രമല്ല, അച്ഛന്മാരെയും സഭയും എല്ലാം തെറ്റായ രീതിയിൽ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, സംസാരങ്ങളെല്ലാം ഒരു നെഗറ്റീവ് ടോക്കാണ്. നമുക്കറിയാലോ നെഗറ്റീവ്, പ്രത്യേകിച്ച് മലയാളികളെ നമ്മൾ പ്രത്യേകിച്ച് സർക്കാസം, അല്ലയോ, സർക്കാസ്റ്റിക് ടോക്ക്. We are born with the sarcastic blood running through our veins, I think. എനിക്ക് കൂടുതൽ സാർക്കാസം ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ കോട്ടയത്ത് സെമിനറി പഠിക്കാൻ പോയി. അപ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ട് സാർക്കാസ്റ്റിക് മൃഗമായിട്ട് വെളി വന്നേ. Sarcasm is in our blood. എന്തെങ്കിലും ഒരു ചെറുക്കൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവന് നന്നാവും, അവന് കല്യാണം കഴിപ്പിച്ച്, കല്യാണം കഴിച്ചാൽ നന്നാവും. സർക്കാസമാ, അല്ലയോ? കല്യാണം കഴിച്ചിട്ട് ആരെങ്കിലും നന്നായിട്ടുണ്ടോ? ആരെങ്കിലും നന്നായിട്ടുണ്ടോ? അത് സർക്കാസം. അങ്ങനെ ഒരു sarcastic way of looking at things. He couldn't get it because he lived in the modern world which has a very rational way of thinking. അപ്പോൾ ഇങ്ങനെ താൻ ഈ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല, പിന്നെ എന്തിനാ വേദപുസ്തകം വായിക്കുന്നത്, എന്തിനാ പള്ളി പോകുന്നത് എന്ന് താൻ റാഷണലി ചിന്തിക്കാൻ തുടങ്ങി. ദാറ്റ് റാഷണൽ വേൾഡ്, നമ്മളൊക്കെ ജീവിച്ച വേൾഡ് ഒന്നും റാഷണൽ, അത്രമാത്രം റാഷണൽ ഇപ്പോഴുണ്ട്, അത്രമാത്രം വളർന്നിട്ടില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇതാ സെക്യുലറൈസേഷന്റെ ആദ്യത്തെ സ്റ്റേജിൽ സ്റ്റാൻലി പ്രവേശിക്കുന്നു. ദി ആബ്സെൻസ് ഓഫ് റിലീജിയൻ. സ്കോളേഴ്സിന്റെ പേരൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ദി ആബ്സെൻസ് ഓഫ് റിലീജിയൻ. ഇതാ സ്റ്റാൻലി ഇങ്ങനെ വളർന്നപ്പോൾ തൻ്റെ കസിൻസിന്റെ കൂടെയൊക്കെയും സുഹൃത്തുക്കളുടെ കൂടെയൊക്കെയും കൂടുമ്പോൾ, പള്ളി പോകുന്ന കസിൻസും സുഹൃത്തുക്കളുടെ കൂടെയൊക്കെയും കൂടുമ്പോൾ, ഇതാ ഈ സുഹൃത്തുക്കളും കുടുംബ ആൾക്കാരൊക്കെ അല്പം സ്വല്പം എന്തുവാ വാക്യങ്ങൾ പറയുമോ, എന്തുവാ അല്പം സ്വല്പം, മനസ്സിലായല്ലോ, അടിക്കും. നമ്മൾ പറയും സോഷ്യൽ ഡ്രിങ്കിങ്. അപ്പോൾ സ്റ്റാൻലി തന്റെ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി. റാഷണലി started thinking, what is Christianity? And he started going into the second stage of secularization, the nuns, the religious nuns who do not associate themselves with any religion. ഇത് സ്റ്റാൻലി ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് ടെക്നോളജിയുടെ സ്വാധീനം തൻ്റെ ജീവിതത്തിൽ വന്നു, സയൻസിന്റെ സ്വാധീനം തൻ്റെ ജീവിതത്തിൽ വന്നു. ഇങ്ങനെ പല സ്വാധീനങ്ങൾ വന്നപ്പോൾ there was a shift in his thinking. സെക്യുലറൈസേഷന്റെ ഷിഫ്റ്റിലേക്ക് താൻ പ്രവേശിച്ചു. അതിനാ വിളിക്കുന്ന മതേതര മാനവികത, സെക്യുലർ ഹ്യൂമനിസം. അതായത് it is a kind of thought that gives importance to science, that gives importance to humanity, that gives importance to rational thinking. Can you go to the next slide? Those who are handling the slide, note how I am talking and move the slide. അതുകൊണ്ട് താൻ ഈ സ്റ്റേജിൽ പ്രവേശിച്ചു. അപ്പോൾ വലിയൊരു ഷിഫ്റ്റാ വന്നേ. സെക്യുലറൈസേഷൻ പറയാൻ തുടങ്ങി. ഇറ്റ് ഈസ് നോട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് റിലീജിയോസിറ്റി. നമ്മൾ ഓർക്കണം, ആദ്യം തുടങ്ങിയത് സെക്യുലറൈസേഷൻ പറയുന്നതെന്ന് തുടങ്ങിയത് ദി ആബ്സെൻസ് ഓഫ് റിലീജിയൻ, ആൻഡ് ഓൾ ഓഫ് എ സഡൻ ദാറ്റ് ഈസ് എ ഷിഫ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് റിലീജിയോസിറ്റി. മതേതര മാനവികതയിൽ പ്രവേശിച്ചു സ്റ്റാൻലി. നാലാമത്തെ ഘട്ടത്തിൽ ഇതാ സ്റ്റാൻലി ചിന്തിക്കാൻ തുടങ്ങി. സ്റ്റാൻലി തൻ്റെ മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി, ഈ ബ്രഹ്മാനിൽ ഒരു നമുക്ക് മനസ്സിലാവാത്ത ഒരു ശക്തിയുണ്ട്, an unseen force. അപ്പോൾ തനിക്ക് ആ ഫോഴ്സിൽ വിശ്വാസമാവാൻ തുടങ്ങി. But he was not ready to agree that this force is Jesus or whatever Bible says to be. അപ്പോൾ ഇതാ സെക്യുലറൈസേഷന്റെ വേറെ ഒരു ഷിഫ്റ്റ് ആവാൻ തുടങ്ങി. ഡിസ്ഗൈസ്. എന്തുവാ ഡിസ്ഗൈസ്? സ്റ്റാൻലി started agreeing to all the values of religion. Like for Christianity, it is love, joy, peace, justice, all those values. But Stanley was not agreeing to the basic
faith of Christianity. എന്തുവാ വിശ്വാസത്തിന്റെ കാതലമായ സത്യങ്ങൾ? ജഡീകരണം അല്ലയോ, പീഡാനുഭവം, കർത്താവിന്റെ പീഡാനുഭവം, ഉയർത്തെഴുന്നേൽപ്പ്, വീണ്ടും വരവ്. These are some basic truths. So Stanley came into that phase of disguise where outside he was holding on to the values of Christianity, but inside he didn't believe in the core beliefs of Christianity. Our churches are filled with so-called disguised Christians. So അതുകൊണ്ട് ഇത് സെക്യുലറൈസേഷന്റെ സ്റ്റേജസ് സ്റ്റാൻലി വന്നത്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവണം. Our story today, where we are, began in the past. Our story today began in the past. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഭാരത്തോടെ അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ ഇതാ വരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കർത്താവെ ഞങ്ങളുടെ ഇന്നലെകളിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള, ഭാവിയെക്കുറിച്ച് ദൈവമേ അധ്വാനിക്കുവാനുള്ള ആത്മീയ തീക്ഷ്ണത, ആത്മീയ ഉണർവ് ഞങ്ങളിൽ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കഥ വളരെ ഗൗരവത്തോടെയാണ് നമ്മൾ എടുക്കേണ്ടത്. It might be true to many of our reality, or it might be true of our children's reality. ഈ കഥ ഗൗരവത്തോടെ എടുക്കേണ്ടത്. And it works under the assumption that God is not able to address human needs. അതാ ദൈവത്തിന് മനുഷ്യ ആ ഒരു അതുമായിട്ട് നമുക്ക് ചെയ്യാനൊക്കത്തില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്. But Christianity is built on this very belief that God became human, right? എബ്രായ പുസ്തകം 4:15 വാക്യമൊക്കെയും വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കുള്ള മഹാപുരോഹിതനെ കുറിച്ച്, അല്ലയോ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി, സകലത്തിലും നമുക്ക് തുല്യമായി പാപരഹിതൻ അത്രേ ഒന്നുള്ളത്. God became human. Tell to the world that God knows you. To each of you who is sitting here, God knows who you are. God knows how you are. God knows your reality. Can you say to the person sitting next to you, God knows you? എന്നെ നോക്കിയല്ല, നിങ്ങളെ അടുത്തിരിക്കുന്ന ആളിനോട് പറ. Say, God knows you. This is a God who knows you and me. However, the challenge with what is the challenge with humanism? Secularization ആദ്യത്തെ സ്റ്റേജിൽ ഹ്യൂമാനിസത്തിൽ വരുമ്പോൾ എന്തുവായി ഹ്യൂമാനിസത്തിന്റെ ചാലഞ്ച്? ഹ്യൂമാനിസത്തിന്റെ ചാലഞ്ച് പറയുന്നത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലും മനുഷ്യ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും മാത്രമേ മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. We can know our reality only on the basis, only, that's the big word, only on the basis of human emotions and human experience. That's the difference with humanism. The first tenet of secularization in the 1300s, it's exploding. വേദപുസ്തകത്തിൽ ഇതിന്റെ പല സൂചനകളുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ The Tower of Babel. The Tower of Babel. Tower of Babel is a story where humans wanted to do something irrespective of what God's will was. ഒരു ചിന്ത മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. A constructed identity and a created identity. പണിയപ്പെടുന്ന വ്യക്തിത്വവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വവും. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ടവർ ഓഫ് ബാബിൾ ആണെന്നുള്ള, അതുകൊണ്ട് അച്ഛൻ കൺസ്ട്രക്ഷൻ എന്ന് ഇപ്പോൾ ടേം പോലും ഉപയോഗിക്കുന്നത്. ഉൽപ്പത്തി ദിവസം 11:4 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറി പാർക്കാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. But it's not just a city or tower that they were constructing. They were constructing a world view. They were constructing a world view. And secularization does that. Secularism constructs a world view, a way of looking at things, a way of interacting with people. It constructs a world view. ഈ ഭാഗത്തിൽ ഉൽപ്പത്തി ദിവസം 11:2 വാക്യത്തിൽ let's understand this world view. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു,
ഷീനാൻ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. 2 words we have to understand. യാത്ര ചെയ്തു and കൂടിയിരുന്നു. The English is they journeyed and settled. What is the constructed identity here? Dwelling, കൂടിയിരിക്കുന്ന അനുഭവം. പണിയപ്പെടുന്ന വ്യക്തിത്വം എന്തുവാ? കൂടിയിരിക്കുന്ന അനുഭവം. And what is the created identity? യാത്ര ചെയ്യുന്ന അനുഭവം. A constructed identity by humans and a created identity by God. By God. ഈ യാത്ര എവിടെയാണ് ആരംഭിക്കുന്നത്? ഉൽപ്പത്തി ദിവസം 1:28 ഒക്കെയും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഇതാ ദൈവം, യഹോവയായ ദൈവം, he is blessing Adam, be fruitful and increase in number, fill the earth and subdue it. Fill the earth. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം പറഞ്ഞ അനുഗ്രഹമായിരുന്നു fill the earth. നമ്മളപ്പം ചിന്തിക്കണം, ഏദൻ തോട്ടത്തിൽ കൂടിയിരുന്നാൽ fill the earth നടക്കുമോ? ഏദൻ തോട്ടത്തിൽ കൂടിയിരുന്നാൽ fill the earth നടക്കുമോ? ഇതൊന്നും ചില കാര്യമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. ഏതായാലും അതിൻ്റെ ഡീറ്റെയിലിൽ ഞാനിപ്പം പ്രവേശിക്കുന്നില്ല. ഈ ഭാഗത്തിൽ ജേർണി എന്ന വാക്ക്, ജേർണി യാത്ര, ഇതിൻ്റെ പല ട്രാൻസ്ലേഷൻ ഉണ്ട്. ജേർണി ഉണ്ട്, മൂവിങ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, ചില വേർഷൻസിലൊക്കെ. ജേർണി എന്ന വാക്കിൻ്റെ എബ്രായ പദം നാസ. നാസ എന്ന വാക്ക നമ്മുടെ നാസ അല്ല കേട്ടോ, സ്പേസ് റോക്കറ്റ് നാസ അല്ല കേട്ടോ, ഇത് നാസ. ഇതെന്തോ ഈ വാക്കിൻ്റെ അർത്ഥം? നിങ്ങളിൽ ആരെങ്കിലും ക്യാമ്പിങ്ങിൽ പോയിട്ടുണ്ടോ? ക്യാമ്പിങ്, ഹാവ് യു എവർ ഗോൺ ഫോർ ക്യാമ്പിങ്? എനിബഡി ക്യാമ്പിങ് പോയിട്ടുണ്ടോ? ഈ ക്യാമ്പിങ് പോകുമ്പോൾ ലോഡ്ജ് ക്യാമ്പിങ് അല്ല, ലൈക്ക് റിയൽ ക്യാമ്പിങ്. ക്യാമ്പിങ് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്തുവാ? ടെൻറ്റ് വെക്കും, അല്ലയോ? ഈ ടെൻറ്റ് ഉറപ്പിക്കാൻ എന്തോ ആദ്യം ഉറപ്പിക്കുന്നത്? സ്റ്റേക്ക്, കുറ്റി, ഒരു കുറ്റി ഉറപ്പിക്കും ടെൻറ്റ് ഉറപ്പിക്കാനായിട്ട്. ഈ ഉറപ്പിച്ചിരിക്കുന്ന കുറ്റി പറിച്ചു മാറ്റുന്നയാ നാസ എന്ന വാക്കിന്റെ അർത്ഥം. അവര് കിഴക്കോട്ട് യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ഇതാ ഈ കുറ്റി, ഉറപ്പിച്ചിരിക്കുന്ന കുറ്റി പറിച്ചു മാറ്റുന്നയാ ജേർണി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ സെക്യുലറിസവും, അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സെക്യുലറിസത്തിൻ്റെയും മറ്റു പല സ്വാധീനങ്ങളുടെ കുറ്റി പറിച്ചു മാറ്റി ഈ യാത്ര തുടരുന്നുള്ള ആഹ്വാനമാ ഈ ഭാഗം, ഈ ഒരു ഭാഗം. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നു, അല്ലയോ? ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേറ്റ്. നിങ്ങൾ ഉറങ്ങാതെ പോകാതെ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇരുന്നോ, കുഴപ്പമില്ല, ഒരു എക്സസൈസ് ആയിരുന്നു, ഇരുന്നോ, അല്ലയോ? നിങ്ങൾക്ക് ഈ ടോക്ക് കൊണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ചെയ്ത കാര്യം ഓർക്കണം, ഈ ഒരു ഇപ്പം ചെയ്ത കാര്യം ഓർക്കണം. കാരണം നമ്മളുടെ ഇരിക്കുന്നിടത്ത് ഇരിപ്പുറച്ച് ഇരിക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. ഇരിക്കുന്നിടത്ത് ഇരിപ്പുറച്ച് ഇരിക്കുന്നതല്ല ക്രിസ്ത്യ ജീവിതം. ഞാൻ ഈ മലയാളം പഠിക്കാൻ തുടങ്ങിയപ്പോഴേ കുറെ ടങ് ട്വിസ്റ്റേഴ്സ്, അല്ലേ, നാക്ക് വഴങ്ങാനായിട്ടുള്ള ടങ് ട്വിസ്റ്റേഴ്സ്. ടങ് മാത്രമല്ല ട്വിസ്റ്റായി, എല്ലാം ട്വിസ്റ്റായി, അത് വേറെ കാര്യം. നമ്മുടെ ചിന്താഗതിയും എല്ലാം ട്വിസ്റ്റായി. ആ ടങ് ട്വിസ്റ്റർ പോലെയാ ഈ ഇരിക്കുന്നിടത്ത് ഇരിപ്പുറച്ച് ഇരിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഈ ടോക്ക് കൊണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു കാര്യം കൊണ്ടുവരണം. ദൈനംദിന ജീവിതത്തിൽ what are they constructing? In this constructed identity, I call it as the big syndrome, BIG, and I want to give a full form for BIG. B stands for bondings and bindings. Bondings and bindings. The constructed identity was composed of bondings and bindings. ഈ 11-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, they learn to make brick, they learn to bake them, and they learn to bind and bond with tar. ചില വേർഷനിൽ bitumen എന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ even more than that, they were bonded by language and speech. It was not just brick that they were bonding. In verse 1 we hear, now the whole world had one language and a common speech. The whole world had one language and a common speech. ലിംഗ്വിസ്റ്റിക് സ്കോളറൊക്കെ, ഭാഷാ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഭാഷ നമ്മളുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്ന ഒരു മാധ്യമമാണ്. ഈ ഭാഷ നമ്മൾ ഇന്നലെ ഒക്കെ എല്ലാം കേട്ടല്ലോ. ഭാഷ ഇസ് so much. We have to read this. There is an author, Louis Montrose. You can explore his books. ഭാഷ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നു. So the question is, does our language bond us
or does our language make us bondages? ഭാഷ നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുകയാണെങ്കിൽ we are not just bonded to the language, we are bonded to the reality. ഭാഷയ്ക്ക് ഭയങ്കര ഡെപ്ത് ഉണ്ട്. Does our language bond us, which is positive, or does our language make us bondages? ചിന്തിക്കേണ്ട കാര്യങ്ങൾ. How many of us, നിങ്ങളിൽ എത്ര പേർ മലയാളം സംസാരിക്കും? എല്ലാവർക്കും ഒരു സംശയമില്ല, മലയാളം സംസാരിക്കും. നിങ്ങളിൽ എത്ര പേർ ഹിന്ദി സംസാരിക്കും? ഹിന്ദി ഈ പണ്ട് മോഹൻലാൽ പറഞ്ഞ ഹിന്ദി അല്ല കേട്ടോ. മുജെ ഹിന്ദി മാലും ഹും ആ ഹിന്ദി അല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളിൽ എത്ര പേർ ഇംഗ്ലീഷ് സംസാരിക്കും? ഇംഗ്ലീഷ് എത്ര പേർ സംസാരിക്കും? പണ്ട് അമിതാഭ് ബച്ചൻ ഇറക്കിയ ഒരു ഇംഗ്ലീഷ് ഉണ്ട്, ഐ ടോക്ക് ഇംഗ്ലീഷ്, ഐ വാക്ക് ഇംഗ്ലീഷ്, ഐ സ്ലീപ്പ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷും അല്ല കേട്ടോ. നിങ്ങളിൽ എത്ര പേർ മംഗ്ലീഷ് സംസാരിക്കും? മംഗ്ലീഷ്കാർ എൻ്റെ കൂട്ടത്തിൽ വന്നാൽ മതി. എന്തോ മംഗ്ലീഷ് അറിയാമല്ലോ, എന്തോ മലയാളം അറിയാം, കുഴപ്പമില്ല, അറിയാം, കുഴപ്പമില്ല. ഇംഗ്ലീഷ് അറിയാമോ? കുഴപ്പമില്ല. രണ്ടും നന്നായിട്ട് അറിയാമോ? കുഴപ്പമില്ല. എന്തോ അറിയാം. എൻ്റെ അവസ്ഥയാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞത്. മലയാളം അറിയാമോ? അറിയാം. ഹിന്ദി അറിയാം. ഇംഗ്ലീഷ് അറിയാമോ? അറിയാം. എല്ലാം അറിയാമോ? അറിയാം. എന്നാലും നമ്മൾ ഈ ഹിന്ദി ഞാനൊരു പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്ത്, പണ്ടത്തെ സുഹൃത്ത് ഇന്ന് വീണ്ടും കണ്ടു. അപ്പം ഈ സുഹൃത്തെ കുറിച്ചല്ല പറയുന്നത്. എൻ്റെ ഒരു വേറെ സുഹൃത്ത്, ഞാൻ ബോംബെയാണ് വളർന്നത് കേട്ടോ, അപ്പം ഞാൻ മലയാളം പോയി അക്ഷരങ്ങൾ പഠിക്കുന്നത് എപ്പോഴാ അറിയാം? 23-ാമത്തെ വയസ്സിലാണ് സെമിനറി പോയപ്പോൾ അക്ഷരങ്ങൾ പഠിക്കുന്നേ. അപ്പം അതിനു മുമ്പ് ഹിന്ദിയാണ്. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാമെന്ന് ഓർത്തിരുന്ന. പക്ഷേ ഞാനൊരു മധ്യപ്രദേശ് സുഹൃത്തിനെ കണ്ടു. ഞാൻ അവനെ കണ്ടപ്പോൾ പോയി പറഞ്ഞു, അരേ ഭായ് കൈസാ യാർ തൂ. അവനെന്നെ ഇങ്ങനെ നോക്കി, പുച്ഛത്തിൽ ഇങ്ങനെ നോക്കി എന്നെ, ഈ അളവഴ എവിടുന്നാടാ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം മധ്യപ്രദേശ് ഭാഷയിലെ, ഹിന്ദി ഭാഷയിലെ തൂ പറഞ്ഞാൽ ഈസ് ഡിസ്റെസ്പെക്ട്, റൈറ്റ്? ഇറ്റ് ഈസ് ഡിസ്റെസ്പെക്ട്ഫുൾ. മധ്യപ്രദേശ് ഭാഷയിൽ എങ്ങനെ അറിയാം? പ്രണാം ജനാബ് കൈസേ ഹോ ആപ്പ് എന്ന് പറയാം. അപ്പം ഹിന്ദിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഏതായാലും നമ്മൾ ഏത് ഭാഷ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഏത് ഭാഷ പറഞ്ഞാലും മലയാളി കാണുമ്പോൾ സന്തോഷമുണ്ടോ? മലയാളികൾക്ക് മലയാളികളോട് സംസാരിക്കാൻ സന്തോഷമുണ്ടോ? ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഹിന്ദിക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര സന്തോഷം. നിങ്ങളുടെ പോലൊന്നും സന്തോഷമൊന്നുമല്ല. ഞങ്ങൾ ഹിന്ദിക്കാരെ എവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇംഗ്ലീഷ്കാർ അതെ അവിടുന്ന് ആറാണ്ട് ഹിന്ദിയൊക്കെ സംസാരിക്കും. അരേ ഭായ് കൈസേ, അവനാന്ന് വെൺമണിയുടെ മൃഗമാണ്, അവൻ ചുമ്മാ ഹിന്ദി പറയുന്നത് അവിടെ ഇരുന്ന്. അവിടെ സോറി, റെക്കോർഡാവുക അല്ലയോ? ഓർത്തില്ല. ഏതായാലും നമ്മളുടെ ഈ മലയാളികളെ കാണുമ്പോൾ, മലയാളികളോട് മലയാളം സംസാരിക്കുമ്പോൾ ഭയങ്കര ബോണ്ടിങ്ങാണ് നമുക്ക്, അല്ലയോ? ഭയങ്കര ബോണ്ടിങ്. ബോണ്ടഡ് ബൈ ലാംഗ്വേജ്, ഭയങ്കര ബോണ്ടിങ്ങാ. ബട്ട് ഈസ് ലാംഗ്വേജ് ബോണ്ടിങ് us or making us bondages? കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്താഗതി കടന്നു വന്നു, ഞാൻ കൂടുന്ന മലയാളികൾ മാത്രമേ ഉള്ളൂ എൻ്റെ സഹവിശ്വാസികൾ. ലാംഗ്വേജ് bonds us, but does it make us bondages? ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു ഭയങ്കര ഒരു ചിന്തയായത്. കാരണം അവിടുന്ന് ഒരു ഇംഗ്ലീഷുകാരനെ കാണുമ്പോൾ ഞാൻ സ്മൈലൊക്കെ ചെയ്യും. ആ സ്മൈൽ ചെയ്യുന്നത് തന്നെ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു ഇംഗ്ലീഷുകാരനെ കാണുന്ന ഒരു സ്മൈലും മലയാളിക്കാരനെ കാണുന്ന സ്മൈൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, എന്നെക്കാട്ടി നന്നായിട്ട് അറിയാം. ആ സ്മൈലിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നാന്നോ സംസാരത്തിൽ നിങ്ങൾ അച്ഛാ ഞങ്ങൾ അവരുടെ കൂടെ കൂടി നടക്കുക കാണുമ്പോൾ സ്മൈലിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ എന്തോ കൂടുതലാ. Look at Jesus Christ. How did he engage? He engaged with the Samaritan woman. He engaged with the Canaanite woman. He engaged with Nicodemus, a scholar. He engaged with the leper. He engaged with the beggar. He engaged with the thief on the cross. He engaged across culture and linguistic dialects. ഏത് ക്രിസ്ത്യത്വമാണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് ഭാഷ നമ്മളുടെ യാഥാർത്ഥ്യത്തെ പണിയുന്നു, അല്ലയോ? ഭാഷ നമ്മുടെ യാഥാർത്ഥ്യത്തെ പണിയും. Does language
bonds us, or does language make us bondages? So they were bonded by language and speech, and they were bonded by existence. So bonded by language, bonded by existence. Endu ivarude oru existence, they were a settled community. ഇല്ലയോ സെറ്റിലിംഗ് എന്തോ നല്ലല്ലോ സെറ്റിലിംഗ് ഒക്കെ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു സത്യം, വേദപുസ്തകത്തിൽ മാൻസ് dwelling is determined by relation with God. ഇത് വേദപുസ്തകത്തിൻ്റെ ഒരു സത്യമാണ്. നിങ്ങൾ ജെനസിസ് മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ച് നോക്കിയാൽ മതി. മാൻസ് ഡ്വെല്ലിംഗ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ റിലേഷൻ ടു ഗോഡ് ആൻഡ് ഹിസ് വിൽ. ദൈവമായിട്ടുള്ള ബന്ധവും ദൈവത്തിന്റെ ഹിതമാ മനുഷ്യന്റെ ഒരു സ്ഥലത്തിലുള്ള വാസം നിർണയിക്കുന്നേ. ഈ ഭാഗത്തിൽ എന്തുവാ? ഈ ഭാഗത്തിൽ they just settled. എന്തുവായിരുന്നു ദൈവത്തിന്റെ കൽപ്പന? Fill the earth, right? Fill the earth. But they settled. കൂടിയിരുന്നു. God denying existence. It was a God-denied existence. Metaphorically, when we settle down in our jobs without relating to God and His will, when we settle down in our hobbies, we have so many hobbies, right? എനിക്ക് കൊച്ചിലെയൊക്കെ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളുടെ പണ്ടത്തെ ഹോബി എന്തുവായിരുന്നു? കളിക്കുക, ഹോബിയ. വേറെ അങ്കിള് പണ്ടത്തെ ഹോബി എന്തുവായിരുന്നു? വരയ്ക്കുക, ഹോബി. പന്ത് കളി. അപ്പം കളിക്കാരല്ലയോ? എൻ്റെ പണ്ടത്തെ ഹോബി എന്ന് പറഞ്ഞ സ്റ്റാമ്പ് കളക്ഷൻ. അല്ലെ, ആർക്കൊക്കെ ഹോബി ഉണ്ടായിരുന്നു? സ്റ്റാമ്പ് കളക്ഷൻ. പണ്ടത് വേറൊരു ഹോബിയായിരുന്നു കോയിൻ കളക്ഷൻ. അല്ലയോ? ആർക്കൊക്കെ ഉണ്ടായിരുന്നു കോയിൻ കളക്ഷൻ? ആർക്കും ഇല്ലായിരുന്നു, അല്ലയോ? എൻ്റെ വീട്ടിൽ കോയിൻ കുറവായിരുന്നു, ഞാൻ കുറെ കളക്ട് ചെയ്യുമായിരുന്നു കോയിൻ. പക്ഷെ ഇപ്പോഴത്തെ ഹോബീസ് എന്തുവാ? ബൈക്കിംഗ്. അല്ലയോ? ഇല്ലയോ? ബൈക്കിംഗ് ഇല്ലയോ? ഞാൻ പണ്ട് ബൈക്കിംഗ് അമ്മയുടെ കയ്യിൽ നിന്ന് 25 പൈസ എടുത്തുകൊണ്ട് പോയി കഷ്ടപ്പെട്ട് പോയി ഒരു ബൈക്കൊക്കെ പോയി വാങ്ങിച്ചു. ഞാൻ ബൈക്കിംഗ് അങ്ങനായിരുന്നു, എൻ്റെ ഇഷ്ടമായിരുന്നു. ഇവിടുത്തെ ബൈക്കിംഗ് എന്തോ ഹാർലി ഡേവിഡ്സൺ ബൈക്ക്. Are we settled in our lifestyles, in our hobbies, be it biking? Sometimes buying houses is a hobby nowadays. എന്തുവാ സൈഡിൽ ചെയ്യുക? സൈഡിൽ എന്തോ ചെയ്യുന്നത്? റിയൽ എസ്റ്റേറ്റ്. ചുമ്മാ ചെയ്യുന്നേ ഉള്ളൂ സൈഡിൽ. Are we settled down in our hobbies without relating to God and His will? കൂടിയിരിക്കുന്ന അനുഭവം. Are we settled down in our family? ഫാമിലി നല്ലത് തന്നെ. പക്ഷേ ഇതാ സ്റ്റാൻലിയുടെ അനുഭവം ആയി പോവാൻ സാധ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം സ്റ്റാൻലിയുടെ അനുഭവം. ഒരുമിച്ച് ഫാമിലി കൂടിയിരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന വാക്കെന്തുവാ എന്ന് മനസ്സിലാക്കാതെ ആ വാക്കിൽ ഞാൻ കൂടിയിരിക്കുമ്പോൾ, ആ നിഷേധാത്മകമായ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ കൂടിയിരിക്കുമ്പോൾ ഈ സ്റ്റാൻലി എങ്ങനായി തീരും? Are we settled down in our families without relating to God and His will? I and you, we are making the mistakes of Babel all over again. That's why Jesus said, where your heart is, there your treasure will be. Where your heart is, there your treasure will be. അതുകൊണ്ട് പുറമേ ഒരു ക്രിസ്ത്യ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അകമേയോ മതേതര മാനവികത. നമുക്ക് മനസ്സിലാവാത്ത സത്യമാ മതേതര മാനവികത. പുറമേ ഒരു ലുക്കുണ്ട്, പക്ഷെ അകമേ മാറുന്നുണ്ടോ? ഈ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്ന കാതലമായ സത്യ വിശ്വാസികളോട് അത് നമ്മളെ മാറ്റുന്നുണ്ടോ എന്ന ചോദ്യം. Why is journeying so important? Why is journeying so important for the Israelites? For the Israelites, as they were journeying, they came across many religions, right? They came across many religions. എല്ലാ റിലിജിയനിലും വേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. And the characteristic of that God was they were limited to that space. If a farmers branch lo oru religion undu, ee palliyalla ee region lo oru religion undu ennu vicharichu. Aa religion oru deivam kaanu, that deivam is limited to this space. But Israelites were talking about a God who created the heavens and the earth, and that's why journeying was important, to proclaim who Yahweh is. Yahweh is a God who reaches out. He's a God who reaches out. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ പുസ്തകം 1:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞ് നമ്മളുടെ ഇടയിൽ പാർത്തു. വാക്ക് ശ്രദ്ധിക്കണം, പാർത്തു. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വാസം ഒരു യാത്രയിലായിരുന്നു, അല്ലയോ? യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ ആദാമിന്റെ മക്കളായ നമ്മൾ
ഞാനും നിങ്ങളും എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്? എവിടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് അല്ലയോ? നമ്മളുടെ ഇവിടെ 400ഓളം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. എത്ര പേര് യാത്ര ചെയ്താ വന്നേക്കുന്നേ? എത്ര പേരാ യാത്ര ചെയ്ത് വന്നേക്കുന്നേ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ വന്നവരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു, നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ സമയമെടുത്ത് ഇവിടെ വന്നു. ഐ റിയലി അപ്രീഷിയേറ്റ് യു. ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യலைയോ, ക്രൂസിൽ പോകും. ക്രൂസിൽ എത്ര പേർ പോയിട്ടുണ്ട്? ക്രൂസ് പോയിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ ക്രൂസ് മോഡല്ല, അതല്ല അത് വേറെ ക്രൂസ്, അതും ഒരു ക്രൂസാ. ക്രൂസ് ചിലപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോകും അല്ലയോ, ചിലപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോകും. ഇതൊന്നും നടന്നില്ലേ, വേറെ ഒരു യാത്ര നമ്മൾ ചെയ്യും. ഷോപ്പിംഗ് ചെയ്യാൻ മേസിസിലോട്ട് പോകും. കാരണം ബാക്കിയൊന്നും നടക്കുന്നില്ല. ഷോപ്പിംഗ് ചെയ്യാൻ മേസിസ് കൂപ്പോൺ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? ഇപ്പോഴും മാഗസിൻ്റെ ഇടയ്ക്ക് കൂപ്പോൺ വെച്ചിട്ടുണ്ടോ? അല്ലയോ? വെക്കുന്നില്ല. മാഗസിൻ അല്ല, പേഴ്സണകത്ത് വെച്ചുമായിരിക്കും അല്ലയോ? ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് സത്യമേ പറയാൻ ഒക്കത്തുള്ളൂ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് പോയി. ഭാര്യയ്ക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരുണ്ടോ ഇവിടെ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഭാര്യയ്ക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? സാരി വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടില്ലയോ? ഉണ്ട്. പോയിട്ടുണ്ടോ വാങ്ങിക്കാൻ? നിങ്ങളുടെ ആ ദൈവരാജ്യം ഈ ഒരു അനുഭവമാണ് കേട്ടോ. ഈ ദൈവരാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾ കടന്നു വരും നമ്മളുടെ മനസ്സിൽ. പരോപകാരം, ദീർഘക്ഷമ ഇല്ലയോ, എല്ലാം ഇങ്ങനെ വളർന്നു വരും. ഒരിക്കൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയപ്പോൾ, അപ്പോൾ ഇപ്പം ചില ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ നോക്കുക, കണ്ടുപടി അല്ല കൊണ്ടുപടിയോ? കൊണ്ടൊന്നും പഠിക്കണ്ട, കണ്ടുപഠിച്ചാൽ മതി. അങ്ങനെ പോയപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ വൈഫിൻ്റെ മുഖത്തൊരു വിഷമം, ഒരു വൈക്ലഭ്യം. പണ്ടെങ്ങാണ്ട് പഠിച്ച വാക്കാ കേട്ടോ, വൈക്ലഭ്യം. അപ്പോൾ എനിക്കറിയത്തില്ല, നമുക്കറിയത്തില്ല എന്താണ് ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ വിഷമം. അപ്പം കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് ഇറ്റ്. വെറുതെ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടണം അല്ലയോ? വെറുതെ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടണം. ഇപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യയെ നോക്കുക, കണ്ടുപടി നോട്ടമെന്ന്. അങ്ങനത്തെ യാത്രകളൊന്നുമല്ല ഈ വേദവസ്തു ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർ കൂടിയിരുന്നേ എന്ന് പറയുമ്പോൾ ഈ വേദവസ്തുവിൽ നമ്മൾ കാണുന്ന വേറൊരു വാക്കുണ്ട്. അബ്രഹാമിന്റെ ദൈവം അല്ലയോ, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എന്തിനാ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് യൂസേജ്? Because they lived in the land without the land living in them. They lived, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. They lived in the land without the land living in them. ഈ പിതാക്കന്മാർക്ക് belongings ഉണ്ടായിരുന്നു. They were rich, but they were not bonded to their belongings. അവിടെ കൂടിയിരുന്നില്ല. അവരുടെ belongingsൽ, അവരുടെ existenceൽ കൂടിയിരുന്നില്ല. They journeyed. Are we bonded to the land and its ways? ഈ അമേരിക്ക, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ are we bonded to the land and its ways? അമേരിക്കയുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുന്നത് പണ്ട് US ന്യൂസിൽ വന്ന ഒരു കാര്യമാണ്. The hub of the distribution of pornography has its heart here in America. ഇത് ഞാനല്ല പറയുന്നത്, US ന്യൂസിൽ വന്ന സ്റ്റാറ്റസിൽ. അതിന് നിങ്ങൾ അത് കേൾക്കുമ്പോൾ പറയാം അത് ഞങ്ങളുടെ ചെറുപ്പക്കാർ ചെയ്യുന്നുള്ളൂ. ഇല്ല, അത് ചെയ്യുന്ന ഇവിടെ ജീവിക്കുന്ന നിങ്ങളും ഞാനും ചെയ്യുന്നുണ്ട്. ദൈവത്തിനറിയാം. Has the ways of the land bonded us? Bonded by existence. This is very, very important. ഇതാ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് വിളിക്കുക, from the Ur of the Chaldeans. And we should understand it comes after Genesis 11. God's response to Genesis 11. What is God's response to Genesis 11? It is Genesis 12. He's calling Abraham from the Ur of Chaldeans. അവിടെ വായിക്കുന്ന Genesis 12 verse 3, all the people on the earth will be blessed through you, is the same blessing given to Adam. Is the same blessing given to Noah in Genesis 9 verse 4. And it is the same blessing given to Abraham, that all will be blessed through you. You should see this chain of blessing that God is connecting right from the Garden of Eden.
അബ്രഹാം ആ ഒരു യാത്രയിൽ പോയി, യോസഫ് അങ്ങനെ ഒരു യാത്രയിൽ പോയി. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആ യാത്രയെ കുറിച്ചാണ് കേട്ട്. ഇസ്രായേൽ ജനം ഒരു യാത്രയിൽ പോയി, റൈറ്റ്? But Israelites, they became bonded to the land and its ways. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 12-ാമത്തെ വാക്യം. ഇതാ അവർ പറയുന്നുണ്ട്, Israelites, it would have been better for us to serve the Egyptians than to die in the desert. They became bonded to the land and its ways. After settling in America for so many years, let's not just look to our kids and say, they are this, they are that. What about us? What about us? Are we bonded to the land and its ways in many forms? പക്ഷേ ഇസ്രായേൽ ജനത്തെ ദൈവം കൈവിട്ടില്ല. God pursued them, a faithful God. We have a faithful future because there is a God who came down for you and for me, who was, who is, and who will forever be Emmanuel, God with us. Our faithfulness starts because there is a God who is ever, ever, and will be ever so faithful to us. Faithful to us. ബാബേലിന്റെ ശബ്ദം നമ്മുടെ ഈ കൂടിയിരിക്കുന്ന അനുഭവത്തിൽ മുഴങ്ങുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ ഒരു ഫിലോസഫിക് രീതി എന്ന് പറഞ്ഞാൽ സെക്യുലറൈസേഷനിലോട്ട് വരാം, ചരിത്രത്തിൽ വരാം. In the 1300s, from the 1300s to the 1500s, it was a time of renaissance. എന്തുവാ renaissance? Rebirth എന്ന് പറയും. ആ സമയം വരെ ഒരു 1100 to 1200 ഒക്കെ മനുഷ്യൻ അത്രയും വിലയില്ലായിരുന്നു. ഹ്യൂമൻ ഇസ് എ വേം എന്ന് ലിറ്ററേച്ചറിൽ എഴുതിയിട്ട്, ഹ്യൂമൻ ഇസ് എ വേം എന്ന് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് they went back to the Greek literature, Greek classics of Plato, of Socrates. They went back to the Greek arts, and all of a sudden humanity had lot of value. At a time when humanity did not have value, Renaissance brought importance to humanity. പക്ഷേ അതിലൊരു അപകടം, ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം പല പോസിറ്റീവ്സും ഉണ്ട് കേട്ടോ, പോസിറ്റീവ്സും ഉണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ഫിലോസഫി കാരണമാണ് ഏബിൾ എന്ന് പറഞ്ഞ ഉച്ചയ്ക്കത്തെ സെഷൻ ഉണ്ടായത് കേട്ടോ. അതിന് പോസിറ്റീവ്സും ഉണ്ട്. പക്ഷെ വാട്ട് ഹാപ്പൻ, ഈ ഹ്യൂമനിസം കാരണം അവരെന്തോ പറഞ്ഞേ, അവിടെ ഒരു ഇക്വേഷൻ ഞാൻ എഴുതി, ഹ്യൂമൻ ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു റിയാലിറ്റി. ഹ്യൂമൻ ഫീലിംഗ്സ്, മനുഷ്യ അനുഭവങ്ങളും മനുഷ്യ വികാരങ്ങളും. ഇന്നത്തെ ലോകം പറയുന്നത്, നിനക്ക് വികാരമുണ്ടോ, ഇത്തരത്തിൽ വികാരമുണ്ടോ, നീ ആ വികാരത്തിൽ തന്നെ പോയിക്കോ. ടുഡേ വി ആർ സീയിങ് ദ പ്രാക്ടിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് ഫിലോസഫി. നിനക്ക് പെണ്ണെ കാണുമ്പോൾ പെണ്ണോട് ഇഷ്ടമുണ്ടോ, വികാരമുണ്ടോ, പോയിക്കോ. ആണിനെ കാണുമ്പോൾ ആണിനോട് ഇഷ്ടമുണ്ടോ, പോയിക്കോ. ഹസ്ബൻഡും ഭർത്താവും തമ്മിലുള്ള വികാരങ്ങൾ എപ്രകാരമായിരിക്കുന്നു, പോയിക്കോ. This is all philosophical undercurrents of the society that we live in. ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ വളരെയധികം പ്രശസ്തിയായി ഇവിടെ. അദ്ദേഹം പറയുന്നത്, ഇന്നലെ ജീവമണ്ഡലത്തിൽ താളമില്ലാത്ത ഒരുത്തൻ എന്ന് ഞാൻ കരുതി, ഇന്ന് ജീവമണ്ഡലം ഞാനെന്നും താളാത്മകമായ എല്ലാം എൻ്റെ ഉള്ളിൽ ചലിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്നലെ വരെ ജീവമണ്ഡലത്തിൽ താളമില്ലാത്ത ഒരുത്തൻ എന്ന് ഞാൻ കരുതി, ഇന്ന് ജീവമണ്ഡലം ഞാനെന്നും. ഹ്യൂമനിസം, ദിസ് ഇസ് ഹ്യൂമനിസം ഇൻ അവർ ലിറ്ററേച്ചർ. തിരിച്ചറിയണം, വായിക്കുമ്പോൾ തിരിച്ചറിയണം, കേൾക്കുമ്പോൾ തിരിച്ചറിയണം അതിൻ്റെ ഫിലോസഫികളൊക്കെയും. ഇന്ന് ജീവമണ്ഡലം ഞാനെന്നും താളാത്മകമായ എല്ലാം എൻ്റെ ഉള്ളിൽ ചലിക്കുന്നു എന്നും ഞാൻ തിരിച്ചറിയുന്നു. How did we reach here? This is happening in the 1300s, from the 1300s to the 1500s. In this big syndrome, B stands for bindings and bondings. Bonded by language, that is bonded by reality. Bonded by existence, a God-denying existence. B stands for bindings and bondings. I stands for Nyan, I. Ourself, us, ourself. ഞാനിവിടെ അമേരിക്ക വന്നപ്പോൾ ഞാൻ ഈ ഉദാഹരണം ഫാമേഴ്സ് ബാങ്കിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ട് കാണുമായിരിക്കും. ഇവിടെ അമേരിക്ക വന്നപ്പോൾ ഒരു നല്ല രസകരമായ ഒരു കാര്യം കണ്ടു. ഇറ്റ് ഈസ് കസ്റ്റമൈസിങ് നമ്പർ പ്ലേറ്റ്സ്. നമ്മുടെ ഈ വെഹിക്കിൾസ് ഒക്കെ ഇല്ലയോ, കാർ, ജീപ്പ്, അതിൻ്റെ നമ്പർ പ്ലേറ്റ് എല്ലാം കസ്റ്റമൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ രസകരമായ കാര്യം, ഇങ്ങനെ അറിയാവുന്ന ആൾ മിണ്ടാതിരിക്കണം കേട്ടോ, ഞാൻ പറയാൻ പോകുന്നത്. മിണ്ടാതെ നടിച്ചോണം അറിയത്തില്ല എന്ന്.
അപ്പോൾ ഒരു നെയിം പ്ലേറ്റ് ഞാൻ കണ്ടു, ഐ ലവ് യു. നമ്പർ പ്ലേറ്റിൽ എഴുതിയേക്കോ ഹ്യൂമനിസം, ഹ്യൂമനിസം. യു ഷുഡ് സീ ദിസ് ആർ ഓൾ പ്രാക്ടിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ഐ ലവ് യു. വേറെ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടു, നോ വൈഫ്. വാട്ട് എ ലൈഫ്. നോ വൈഫ്. വേറെ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടു, കുഞ്ഞേ കുഞ്ഞേ. ഭാര്യയെ വിളിക്കുന്നയാ കുഞ്ഞേ. അപ്പോൾ നമ്പർ പ്ലേറ്റിൽ അങ്ങ് എഴുതുക. യുവർ ഫീലിങ്സ് ഇസ് ഡിറ്റർമൈനിങ് ദ റിയാലിറ്റി. ചുമ്മാ നമ്മളുടെ പോകുന്ന കാണുന്ന കാര്യത്തിൽ ചുമ്മാതെ എന്ന് വിചാരില്ല, അതിൻ്റെ പുറകെ ഒരു ഫിലോസഫിക്കൽ അണ്ടർ കറൻസ് ഉണ്ട്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഹിയർ. അങ്ങനെ ഇങ്ങനെ കണ്ട് രസിച്ച് പോകുന്ന സമയത്ത് ഒരു നമ്പർ പ്ലേറ്റ് കണ്ടു. നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇവന് തന്നി മലയാളിയാ. കാരണം നമ്പർ പ്ലേറ്റ് എഴുതിയിരിക്കുക പോടാ പട്ടി. കണ്ട കാര്യമാണ് കേട്ടോ, ചുമ്മാ ഉണ്ടാക്കിയൊന്നുമല്ല പറയുന്നത്. കണ്ട കാര്യം, പോടാ പട്ടി. Secular humanism. He is not bothered about what the other person feels. He is just telling his reality. He is just telling his reality. ഇവിടെ ഇതാ I. Genesis 11 verse 4. Then they said, come, let us build ourselves a city with a tower that reaches to the heavens, so that we may make a name for ourselves. Otherwise, we will be scattered over the face of the earth. They were the focus. കണ്ടോ, ഈ ഒരു വാക്യത്തിൽ തന്നെ എത്ര പ്രാവശ്യം we, ourselves, themselves വരുന്നത് ഇല്ല, ബോൾഡ് അക്ഷരത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എത്ര മാത്രമുണ്ട്. They were the focus. They were the focus. The Bible presents a created identity. Why? So that we won't have more focus than what is needed on ourselves. Focused on God, focused around us. അതുകൊണ്ടാണ് നമ്മുടെ സഭയുടെ ലോഗോയിൽ ഏതാണ്ട് എഴുതിയിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് നമ്മുടെ സഭയുടെ മോട്ടോ? എന്തുവാ? Lighted to lighten. It's based on the second greatest commandment. You love your neighbor as you love yourself. Secularism പറയുന്നത് സത്യമാണ് കേട്ടോ. Love your neighbor as you love yourself. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്ഗൈസിലാണ് ജീവിക്കുന്നേ. Secularism also says the same thing, but the foundation is not God. It's not the first commandment. നമ്മളുടെ foundation is the first commandment. Love your God, then love your neighbor. Secularism പറയുന്നത് love your neighbor as you love yourself, but the foundation is us. How did we reach here? സെക്യുലറിസത്തിന്റെ ചരിത്രത്തിലേക്ക് വീണ്ടും പോവാം. ഫ്രം ദ 1600s to the 1700s. ആ സമയത്ത് അപ്പൊ ആദ്യത്തെ കോർ ബിലീഫ്, സെക്യുലറൈസേഷന്റെ കോർ ബിലീഫ് ഹ്യൂമനിസം, അത് നമ്മൾ കണ്ടു. ഫ്രം ദ 1300s to the 1500s. 1600s തൊട്ട് 1750s വരെയൊക്കെ രണ്ടാമത്തെ കോർ ബിലീഫ് റീസൺ, റാഷണൽ, യുക്തിപരമായ ചിന്ത. അന്നത്തെയൊക്കെ എഴുത്തുകാർ ഇമാനുവൽ കാന്റ് ഇപ്രകാരം എഴുതി, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിംഗ് ഷുഡ് ബി based on reason rather than tradition and dogma. പാരമ്പര്യവും സ്തുതിചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു, യുക്തിപരമായ ചിന്തയുടെ പ്രാധാന്യം കൂടി. You are seeing the transition? ഇത് നമ്മളുടെ പിള്ളേരെ മാത്രമല്ല, നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് 19, 30, 40 വർഷമായപ്പോൾ ഈ ഫിലോസഫി നമ്മളുടെ ജീവിത ശൈലിയായി മാറി. ചിന്തിക്കണം. These are the philosophical undercurrents. What was the consequence? Immanuel Kant തന്നെ വേറെ ഒരു കാര്യം എഴുതി. The death of dogma. The death of dogma is the birth of morality. അതായത് മതം ഇന്ന് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചില വിശ്വാസ സത്യങ്ങൾ, അത് ഡോഗ്മ. ഇന്ന് വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിശ്വാസ സത്യങ്ങൾ, അത് ജഡീകരണമായിരിക്കാം, കർത്താവിന്റെ പീഡാനുഭവമായിരിക്കാം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കാം, കർത്താവിന്റെ രണ്ടാമത്തെ വരവായിരിക്കാം. അതിന്റെ മരണമാ ധാർമ്മികതയുടെ ആരംഭം, ജനനം. You see the big shift that's happening? അതിന്റെ കോൺസിക്വൻസ് എന്തോ? The love of God was replaced by love of humans. Morals, ധാർമ്മികത, അതിന്റെ തുടക്കം ദൈവമായിരുന്നു എങ്കിൽ ഇതാ ധാർമ്മികതയുടെ ആരംഭം ആരായി? മനുഷ്യൻ. You see, that's a big difference. Revelation from God, ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട്, ദൈവ വചനത്തിൽ നിന്നുള്ള വെളിപ്പാട്, ദൈവ മക്കളിൽ നിന്നുണ്ടാവുന്ന വെളിപ്പാട്, അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. Revelation from God was replaced by reason from humans. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സമയത്തിലൊക്കെയാ ഈ അഡൽട്ട് ബാപ്റ്റിസം ഒത്തിരി കൂടിയത്? അതിൻ്റെ ഒക്കെ ഫിലോസഫിക്കൽ അണ്ടർ കറൻസ് ആയത്. അഡൽട്ട് ബാപ്റ്റിസം ഈ മറ്റ് സഭകൾ പറയുന്ന അഡൽട്ട് ബാപ്റ്റിസം എന്തുവാ? നീ കൊച്ചിലെ നീ സ്നാനം ചെയ്തു. ആർക്കും മനസ്സിലായി? നിനക്ക് മനസ്സിലായോ? യുക്തി.
റീസൺ. മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് പ്രായപൂർത്തിയാവുമ്പോൾ, നിന്റെ മൈൻഡ് രൂപീകരിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുമ്പോൾ നിനക്ക് വിശ്വാസം വരും. ആ വിശ്വസിച്ച് നീ ചെയ്യുമ്പോൾ, മാമോദീസ നീ എടുക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടും. യു സീ, റെവലേഷൻ ഓഫ് ഗോഡ് വാസ് റീപ്ലേസ്ഡ് ബൈ റീസൺ. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തെ വിലയിരുത്താൻ തുടങ്ങി. This was a conflict. So that's why we find a driver on the streets with this nameplate, Podapatti. ചിരിക്കാം അല്ലയോ? പക്ഷേ this ഞാനും our thinking is beyond just mention of plural pronouns here. It goes to the verse. The verse says they made a name for themselves. They were making a name for themselves. അവിടുത്തെ ഉപയോഗിക്കുന്ന എബ്രായ പദം ഷെം എന്ന എബ്രായ പദമാണ് ഉപയോഗിക്കുന്നത്. ഷെം എന്ന പദത്തിന്റെ അർത്ഥം പ്രതാപം. പക്ഷെങ്കിൽ പണ്ടത്തെ ജൂയിഷ് സ്കോളേഴ്സ് പറയും it is used to denote the name of God. ഇതിന്റെ ഇച്ചിരി ആഴത്തിൽ പഠിക്കാനായിട്ട് ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കണം. അതിന്റെ 12-ാം അധ്യായം 14-ാം അധ്യായത്തിലൊക്കെയും അവിടെ ദൈവത്തിന്റെ വാസസ്ഥലത്തെക്കുറിച്ച്, ദൈവത്തിന്റെ നാമത്തിന്റെ വാസസ്ഥലത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. അവിടെ മനസ്സിലാക്കുന്ന ഒരു സത്യം, ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രതിപാദിക്കുന്നു. The name of God indicates the presence of God. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് എന്തോ അറിയാം? ഷെം എന്ന വാക്ക്. ഇവിടെ പറയുന്നു ലെറ്റ്സ് മേക്ക് എ നെയിം ഫോർ അവർസെൽഫ് എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ നാമത്തിന്റെ പകരം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് പകരം അവരുടെ നാമം, അവരുടെ സാന്നിധ്യം സ്ഥാനമെടുത്തു. They were constructing immortality. They were constructing immortality. The Bible is not about us. It is not about us. Yes, it is about us, God coming for us. But the Bible is more than us. The Bible is about others. We see that in the New Testament. പുതിയ നിയമ വിശ്വാസികളെ വിളിച്ച് എന്തുവായിരുന്നു? ക്രിസ്ത്യാനികൾ അന്ത്യോക്കിലെ വിളിച്ചു അല്ലയോ? അതിനു മുമ്പ് വിളിച്ച് ഒരു പേരുണ്ടായിരുന്നു. ആർക്കും പറയാം? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു സത്യമുണ്ട്. പൗലോസ് ഷൗലിനെ കുറിച്ച് അന്വേഷിച്ച് പോവുക. He was looking for followers of the way. Thank you. ആരാ പറഞ്ഞേ? ഓ ഗുഡ്. നമ്മുടെ തലമുറയ്ക്ക് ഭാവിയുണ്ട് കേട്ടോ. They were followers of the way. അവിടെ ഉപയോഗിക്കുന്ന യവന പദം ഹോഡോ എന്ന വാക്കാ. ഹോഡോ. ഈ പുതിയ നിയമ യവന വിശ്വാസികൾ പഴയ നിയമം വായിച്ചാ വളർന്നത് കേട്ടോ. പഴയ നിയമം വായിച്ച് വളർന്നത് യവന ഭാഷയിലുള്ള പഴയ നിയമത്തെ സെപ്റ്റുജിന്റ് എന്നാ വിളിക്കുന്നത്. ആ ഭാഷയിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്തോ അറിയാം? ഹോഡോ. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാക്ക് ഹോഡോ എന്ന. So when they hear this way, the journey of the fathers will come before them. ഈ പുതിയ നിയമ വിശ്വാസികളുടെ എങ്ങനെയായിരുന്നു ജീവിത ശൈലി? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യം. And God's grace was so powerfully at work in them all that there were no needy persons among them. The early church was able to see beyond themselves because of grace. ഒരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, if all we see is what we see, then we are not seeing what needs to be seen. If all we see is what we see, then we are not seeing what needs to be seen. Humanism, reason, right? It's all about me, what I want to see, what I want to think. Reason, humanism, ende vigarangal, ende anubhavangal. They were constructing ignorance. Ida pudhiya niyama vishwasigal, they were able to see beyond themselves because of grace. നമ്മൾ പലപ്പോഴും ഈ കൃപയെ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഇല്ലയോ? നമ്മൾ പറയും, ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ഇവിടെ ഞാൻ ജനിച്ചു. നമ്മളൊക്കെ രാജകൊട്ടാരത്തൊന്നും നല്ലതായിരിക്കും ജനിച്ചു, പക്ഷേ എങ്കിൽ അവിടെ ജനിച്ചിട്ട് നല്ല ഇവിടെയൊക്കെ പഠിച്ചു, ഇങ്ങനെയൊക്കെ റാങ്ക് കിട്ടി ഇവിടെ അമേരിക്ക വന്നിട്ട് ഇങ്ങനെ എല്ലാം സൗകര്യങ്ങളുണ്ടായി, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം എന്തോ പറയും? എല്ലാം ദൈവകൃപയാ, അല്ലയോ?
എല്ലാം ദൈവകൃപയാച്ചോ, സ്തോത്രം 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 എന്ന് പറയും. പക്ഷേ നമ്മൾ നോക്കണം, വേദപുസ്തകത്തിൽ ഗ്രേസ് നമ്മൾ മനസ്സിലാക്കിക്കുന്ന ഗ്രേസിന്റെ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. ഇവിടെ എന്തുവാ ഗ്രേസ്? Acts 4 verse 34, grace was so powerfully, so understand, grace was so powerfully at work in them all that there were no needy person among them. That is grace. Grace is selling our possessions for others. Grace is giving our time, our need, our everything for others. ഇന്ന് എന്തോ ആക്കി മാറ്റിയിരിക്കുന്നു ഗ്രേസ് നമ്മൾ? Grace is not the race for affluence. ഇതല്ലേ അതിൻ്റെ അവസാനം നമ്മൾ പറയും ദൈവകൃപയാ, നമ്മൾക്ക് ദൈവം അനുഗ്രഹിച്ച എല്ലാം പറഞ്ഞിട്ട് ഇറ്റ്സ് എ റേസ് ഫോർ എഫ്ലുവൻസ്. അറിഞ്ഞോ അറിയാതെയോ ഒരു ഡിസ്ഗൈസ് നമ്മൾ ജീവിക്കുക. കാരണം എന്തുവാ? മനുഷ്യ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു കൃപ എന്തുവാ, ദൈവം എന്നെ അനുഗ്രഹിച്ചു. വചനത്തിൽ എന്തുവാ? കൃപ എന്തുവാ? നീ നിന്റെ കൊടുത്തോ, നീ നിന്റെ സമയം കൊടുത്തോ, നിന്റെ കുഞ്ഞിന്റെ സമയം കൊടുത്തോ, നിന്റെ കൂടിയിരിക്കുന്ന അനുഭവം മാറിയോ? നീ if we are not giving, that is not grace. If we are not giving ourselves, if we are not giving ours to others, that is not grace. Come out of the superficial understanding of grace. This is what philosophy does to you. It makes us think, it makes us reason all these distorted concepts of Christianity. It is not grace. കൃപ, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ദൈവ കൃപ അനുഭവിച്ചിട്ടുണ്ടോ? മാറ്റണം. ഈ ഇങ്ങനത്തെ ഒരു സംസാരങ്ങൾ മാറ്റണം. എല്ലാം നടത്തി ഗോഡ് ബ്ലസ് മീ, ഗോഡ് ബ്ലസ് മീ, ഗോഡ് ബ്ലസ് മീ. നമ്മൾ വി ഷുഡ് ഗിവ് ക്രെഡിറ്റ് ഫോർ ഗോഡ്. അതിൻ്റെ അവസാനം ഒരു ആസ്റ്ററിക്സ് ആയിട്ടല്ല കൊടുക്കേണ്ടി, ഇല്ലേ? ദൈവത്തെ നമ്മൾ ഒരു ആസ്റ്ററിക്സ് ആയിട്ടാണ് അവസാനം. I myself, I stands for I myself. G stands for growth. G stands for growth. ഈ ഒരു saying, we have heard this saying, right? Money can't buy happiness. കേട്ടിട്ടുണ്ടോ? Money can't buy happiness. യോജിക്കുന്ന എത്ര പേരുണ്ട്? Money can't buy happiness, right? Money can buy you things, but it can't buy you happiness. എന്നിട്ട് how many of you believe that? How many of you believe this and you still want more money? ഒരു കൈ കൊണ്ട് നമ്മൾ പൊക്കി money can't buy happiness. ഇത് നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിച്ചിട്ടും മറ്റേ I still want more money. I still want more money. ഉള്ള പച്ച ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ പച്ചയ്ക്ക് പറയുന്നത്. പച്ച they're just confessing. They are just confessing. ഇതാ ഗ്രോത്തിന്റെ കൺസെപ്റ്റ്, ടു പ്രൊജക്ട് സംതിങ്. ഇവിടെ ഇതാ ഉൽപ്പത്തി പുസ്തകം 11 വാക്യത്തിലൊക്കെയും അവർ they are making bricks, they are making tar, they are making a city. ഒരു വളർച്ചയുടെ ഒരു അടയാളം. ദൈവം അവരോട് പറഞ്ഞത് ഉൽപ്പത്തി 1:28 to scatter and fill the earth and multiply. But they settled. Instead of scattering, they settled and they multiplied. അവർ multiply ചെയ്തു. That is growth for them. But they didn't scatter. മനസ്സിലാക്കണം, ദൈവം പറഞ്ഞിട്ട് scatter and fill the earth. അവർ ഇതാ കിഴക്കോട്ട് യാത്ര ചെയ്തപ്പോൾ they were scattering. ആ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളും ആ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സെറ്റിലായി. നമ്മളുടെ സ്വഭാവങ്ങളിൽ, നമ്മളുടെ പ്രയോറിറ്റീസിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടൽ നമ്മൾ സെറ്റിലായി. And we multiplied. Growth. Is that growth? Is that growth? സെക്യുലറിസത്തിന്റെ മൂന്നാമത്തെ ഘടനയിൽ നമുക്ക് വരാം. മൂന്നാമത്തെ ഹിസ്റ്ററി ഫ്രം ദി 1700s to the 1900s and even today. There was industrial revolution. There was industrial revolution. It is said that more inventions was made in this 200 years than in the 2000 years before that. All combined, more inventions were made. Prosperity happened. Diseases started getting cured. Quality of human life improved. Human life longevity improved. എല്ലാം നല്ല കാര്യങ്ങൾ അല്ലയോ? എല്ലാം നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നല്ല കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷേങ്കിൽ ആ സമയത്ത് ഒരു ഡോക്ട്രൈൻ ഉടലെടുത്തു, ഒരു തത്വം, ഡോക്ട്രൈൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറയും. ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ, അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ട്, ഡോക്ട്രൈൻ ഓഫ് പ്രോഗ്രസ്. അവർ പറയുന്നത് എന്തോ അറിയാം? അവർ പറയും ഇതാ മനുഷ്യ ജീവിതം മെച്ചപ്പെട്ടു, ഇതാ മനുഷ്യന്റെ ജീവിതശൈലിയിൽ വ്യത്യാസം വന്നു, രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാവുന്നുണ്ട്, ഇതാ എന്തോ നല്ല ജീവിതം, എന്തോ നല്ല ജീവിതം, സ്വർഗം ഇവിടെയാ, ഇതാണ് സ്വർഗം. This is the official statement of doctrine of progress. They said this is heaven.
അങ്ങനെ മോഡേണിറ്റിയും സെക്യുലറൈസേഷൻ അതിന്റെ ഔന്നത്യത്തിൽ നിന്നപ്പോൾ മനുഷ്യരാശി 2 ലോക മഹായുദ്ധം, അല്ലയോ, 2 ലോക മഹായുദ്ധം സാക്ഷീകരിച്ചു. ഗ്രോത്ത്. What a paradox that secularization set growth as the center and death was its consequence. കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ, ഏത് രാജ്യത്തിൽ ജീവിച്ചാലും there are some philosophical undercurrents that we are born into and we should know those philosophical undercurrents. അതുകൊണ്ട് ഈ ബൈബിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. കാരണം 1300s തുടങ്ങിയ philosophical undercurrents അതിന്റെ ഒത്തിരി പുറയില് ഇതാ ടാർ ഓഫ് ബൈബിളിലും നമ്മൾ കാണുന്നുണ്ട്. They equated growth to what they can see, right? They saw bricks. This was great revolutionary things, by the way. ആ സമയത്ത് നടക്കുന്ന revolutionary thing. They made bricks. They bonded the bricks. They made city. They made tower. Big revolutions. And they grew in what they can see, right? What they can see. Growth. What they can see, what they can project. Growth is not growing in what we can see. Growth is growing in the unseen. ഇതാ കഴിഞ്ഞ ദിവസത്തെ ടോക്കിലെല്ലാം പറയാനായിട്ട് ശ്രമിച്ചത്. എന്താ വിശ്വാസം? What is faith? വിശ്വാസം. What is faith? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയവും ആകുന്നു. Growth is not just growing in the seen, what we can see, but it is growing in the unseen. ദൈവത്തിന്റെ നിഗൂഢതയിലേക്കുള്ള യാത്രയാ വിശ്വാസം. We are living in this philosophical undercurrents where we equate growth to what we can see. റോമരുടെ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. എന്തുവാ ഈ ലോകം? വാട്ട് ഈസ് ദിസ് ലോകം? ഈ ഫിലോസഫിക്കൽ അണ്ടർകറൻസ് ഉണ്ട്. നമ്മൾ അമേരിക്കയിൽ ജീവിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ച് വളർന്നിട്ട് അവർ മാത്രമാണ് ലോകത്തിലാണ് എന്ന് വിചാരിക്കല്ലേ? ദാറ്റ് ഈസ് ഡിസെപ്റ്റീവ്. We are in that world. ഈ ലോകത്തിന് അനുരൂപമാകാതെ നമ്മളുടെ മനസ്സ്, the mind is formed by this philosophical undercurrents. നമ്മളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. This is the so-called culture of growth where we have increasing fixations, right? We are fixed to our job, what we can see, right? The reason is ende job pradhanam. Humanism, human experience, human reality. Palli enike bhashnonu therthilla, ende job maatrame enike bhashna. Human experience, humanism, reason and material growth, doctrine of progress, all combined, where there are increasing fixation and decreasing satisfaction. There are increasing salvation. എല്ലാ കോൺഫറൻസിൽ പോയി ഡെഡിക്കേറ്റ് ചെയ്യും, എല്ലാ റിട്രീറ്റിൽ പോയി ഡെഡിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻക്രീസിങ് സാൽവേഷൻ, but decreasing transformation. സ്റ്റാൻലി എന്ന യുവാവുടെ കഥ ഓർക്കണം. Are we getting transformed in the confines of the four walls of a family life? Are we getting transformed? ഭാഷ നമ്മളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. Is it making bondages? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെയാ, ഈ 1950s ഒക്കെ ആയ സമയത്ത് തന്നെ മരുഭാഷ, ഞാൻ ആദ്യം അഡൽ ബാപ്റ്റിസം പറഞ്ഞാൽ മരുഭാഷ ഒത്തിരി വളർന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, മരുഭാഷ ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഹ്യൂമനിസത്തിൻ്റെ ഹ്യൂമൻ എക്സ്പീരിയൻസ്. മരുഭാഷ അങ്ങ് ബ്ലാസ്റ്റായി എല്ലായിടത്തും. ഹ്യൂമൻ എക്സ്പീരിയൻസ്, what I can see, what I can hear, human experience, reason. This is God's revelation. Deceptive Christianity. ഈ സമയത്ത് ഞാൻ ഹിസ്റ്ററി ഒരു സൈഡ് വരച്ച് കാണിക്കുക, ആൻഡ് മറ്റേ സൈഡിൽ ഇതാ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് us വരച്ച് കാണിക്കുക. മരുഭാഷ. ഈ ട്രഡീഷണൽ ചർച്ചസിലൊക്കെയും കുർബാനയുടെ അമിതമായ ഇഷ്ടം കൂടി. കുർബാന തെറ്റ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. കുർബാന ലിറ്റർജിക്കൽ തിയോളജി പോലും അക്കാഡമിക്സിൽ വന്നത് 1900s കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നോൺ ഡിനോമിനേഷൻകാർ പറയാൻ തുടങ്ങി, വി ഷുഡ് ഇൻവെന്റ് മ്യൂസിക് അക്കോർഡിംഗ് ടു ദ വേൾഡ്, റീസൺ, ഹ്യൂമനിസം. ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ലെറ്റ്സ് ഡു മ്യൂസിക് അക്കോർഡിംഗ് ടു ദ വേൾഡ്.
നമ്മളുടെ യാത്രകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും മാത്രമേ നമ്മുടെ വിശ്വാസം ഒതുങ്ങിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ധൂപത്തിന്റെ സൗരഭ്യം ആസ്വദിക്കുന്ന ആത്മാവിൽ നമ്മൾ ഒതുങ്ങിപ്പോയോ? ചൊള്ളിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ആത്മാവിൽ നമ്മൾ ഒതുങ്ങിപ്പോയോ? കാരണം ഇതും മതേതര മാനവികതയുടെ രൂപീകരണങ്ങൾ ആയിരിക്കാം. കാരണം എന്തുവാ പറയുന്നത്? ഇത് നമുക്കിവിടെ കൂടിയിരിക്കാം, അല്ലയോ? നമുക്ക് കൂടിയിരിക്കാം ഇവിടെ. They settled. നമുക്കിവിടെ കൂടിയിരിക്കാം. Are we settling? ഇതാ കിഴക്കോട്ട് അവര് യാത്ര ചെയ്തപ്പോൾ സമഭൂമി കണ്ട്. It could look like any സമഭൂമി. Plain could look like your church, your family, your life, your workspace. സമഭൂമി ഏത് രീതിയിലും ആയിരിക്കാം. സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. Constructed identity and a created identity. പണിയപ്പെടുന്ന യാഥാർത്ഥ്യവും അല്ലെങ്കിൽ പണിയപ്പെടുന്ന വ്യക്തിത്വവും സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തിത്വം. പണിയപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഒരു ക്വാളിറ്റി എന്തുവാ? നമ്മൾ കൂടിയിരിക്കും. നമ്മൾ പണ്ട് മുതൽ സ്റ്റാൻലിയുടെ അമ്മയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോളൂ. പണ്ട് മുതൽ സംസാരിക്കുന്ന അതേ രീതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പേ സംസാരിക്കുന്നു. നമ്മൾ കൂടിയിരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ക്യാരക്ടർ എന്തോ? ടു ബി ഓൺ എ ജേർണി. നാസ ചില കുറ്റികളൊക്കെയും ഭരിച്ചെടുത്ത് മാറ്റേണ്ടിയിരിക്കുന്നു. This big syndrome. They were constructing this big syndrome. B stands for bindings and bondings. Bonded to language, bonded to reality. Bonded to their existence. What was their existence? A God-denying existence. I stands for I, immortal names and ignorance. And G stands for growth. നമ്മുടെ ഈ വിശ്വാസ പ്രയാണത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം. ഈ അടിയൊഴുക്കുകളൊക്കെയും നമ്മൾ മനസ്സിലാക്കണം. And I brought in conversation with the Bible just to say that this philosophy is way deeper than the 1300s. It's way deeper. അതുകൊണ്ടാ ബാബേലിന്റെ ഗോപുരത്തിന്റെ ഉദാഹരണം തന്നെ എടുത്തത്. It's way deeper. നമ്മളുടെ വിശ്വാസ പ്രയാണത്തിൽ കർത്താവിന്റെ മുൻപാകെ വരുവാൻ, കർത്താവേ ഈ യാത്ര തുടരുവാനുള്ള ശക്തി, ഈ യാത്ര തുടരുവാനുള്ള വിവേചനം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ത്രിയേക ദൈവം നമ്മെ ഇവരെ ശക്തീകരിക്കട്ടെ.